ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടവരാരാണ്? ഒരു കുടുംബമാണ്. അതായത് നാട്ടുകാരും അയൽവാസികളും ബന്ധുക്കളിലും ഉപരിയായി ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മനുഷ്യന് വരുന്നത് അവരുടെ കുടുംബമാണ്. കുടുംബം എന്ന് പറയുമ്പോൾ ഏറ്റവും അതിൽ പ്രധാനപ്പെട്ടത് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, മക്കൾ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം 3 ബന്ധങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയുകയാണ്. ഒന്നാമത്തേത് രക്തബന്ധം, മറ്റൊന്ന് വിവാഹബന്ധം, പിന്നെ മുലകുടി ബന്ധം. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഓരോ മനുഷ്യരോടും പറയുന്നത് ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ, ശരീരത്തെയും കുടുംബത്തിന്റെ ശരീരത്തെയും കുടുംബക്കാരുടെ ശരീരത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണം. അപ്പൊ ഇത് നമ്മുടെ ബാധ്യതയാണ്. കടമകൾ മനസ്സിലാക്കുക, ബാധ്യതകൾ പഠിക്കുക, അതിലുപരിയായി കുടുംബ ബന്ധം നിലനിർത്തുക എന്നുള്ളത്. അതാണല്ലോ ഏറ്റവും വലിയ ബന്ധം. ഇത് കേവലം ഒരു ബന്ധം മാത്രമല്ല, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അള്ളാഹുവിന്റെ തൃപ്തി ഒരാൾ കുടുംബത്തോടെ കഴിയുമ്പോഴാണ്, ബന്ധങ്ങൾ പുലർത്തി കഴിയുമ്പോഴാണ്. അത് ഈമാന്റെ ഭാഗമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും കൊണ്ട് വിശ്വസിക്കുന്നവനാരോ, അങ്ങനെ വിശ്വസിക്കുന്നവനാണെങ്കിൽ അവന് ചെയ്യേണ്ട ബാധ്യത, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഫൽയസിൽ റഹിമഹു, അവന്റെ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന് പ്രവാചകന്റെ കൽപ്പനയാണ്. എന്ന് വെച്ചാൽ ഈമാൻ, ഒരു മുഅ്മിന്റെ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം കഴിഞ്ഞാൽ ആ മുഅ്മിൻ പിന്നെ എപ്പോഴും എന്താണ്? ഈമാനിയായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തതും അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിക്കുക. അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിക്കുക. അന്ത്യദിനത്തിലും ഈ കുടുംബത്തെക്കുറിച്ച് ചോദിക്കും. അങ്ങനെ ആരെങ്കിലും യഥാർത്ഥ മുഅ്മിനാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു. മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ ഈ ബന്ധം ഒന്ന് എഴുന്നേറ്റ് നിന്നു. പടച്ചവന്റെ അർശുമായിട്ടാണ് ഈ കുടുംബത്തിന് ബന്ധം. കേട്ടോ, കുടുംബത്തിന് എപ്പോഴും അതിന് റഹിം എന്ന് പറയും. റഹ്മത്തിൽ നിന്നാണ് എടുത്തത്, കാരുണ്യത്തിൽ നിന്ന്. ഈ ബന്ധം അള്ളാഹുവിന്റെ അർശുമായിട്ട്, സിംഹാസനവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് കഴിയുകയാണ്. അപ്പൊ അർശുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ കുടുംബം സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അത് കാമത്ത്, അത് എഴുന്നേറ്റു, അർശിൽ പിടിച്ചു. പടച്ചവനോട് ഒരു വ്യാപരാതി പറഞ്ഞു, അല്ലാഹുവേ ഇന്നി അഈദു ബിക ബിൽ ഖതിഅ, കുടുംബ ബന്ധം മുറിക്കുന്നവനെ കുറിച്ച് ഞാൻ നിന്നോട് അഭയം തേടുന്നു. കുടുംബ ബന്ധം മുറിച്ചു കളയുന്ന, ഞാനാകുന്ന ബന്ധത്തെ ഇല്ലാതാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ, ആ കുടുംബ ബന്ധം അള്ളാഹുവിനോട് അർശിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ എനിക്കൊരു വ്യാപരാതിയുണ്ട്, എന്നെ തകർത്ത് കളയുമോ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്, അമാ തർദീ, ഏ കുടുംബമേ നീ തൃപ്തിപ്പെടുന്നില്ലേ? നിന്നെ ആര് ചേർത്ത് വെക്കുന്നു? അതായത് കുടുംബമാകുന്ന നിന്നെ ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഓമനിച്ച് പൂർത്തിയാക്കി പരിപാലിക്കുന്നവരാരുണ്ടോ അവരെ ഞാൻ ചേർത്ത് വെക്കുന്നതാണ്. ഇത് നിനക്ക് നീ ഇഷ്ടപ്പെടുന്നില്ലേ? ഞാൻ തീർച്ചയായും അവരെ ചേർത്ത് വെക്കും. കുടുംബമേ, നിന്നെ ആര് മാറിക്കഴിയുന്നോ, പിണങ്ങി കഴിയുന്നോ, പൊളിക്കാൻ പരിശ്രമിക്കുന്നുവോ, അവനെ ഞാനുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാതാക്കി കളയും. ബഹുമാനികളെ, അള്ളാഹുവിന്റെ വാക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കുടുംബത്തോട് പറഞ്ഞപ്പോൾ കുടുംബം സമാധാനിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹ് സിൽമൻ സലനി വഖതഅമൻ ഖതഅനി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ ചേർത്ത് വെച്ചവനെ നീയും ചേർക്കണേ അല്ലാഹ്, എന്നെ അകറ്റിക്കളഞ്ഞവനെ നീയും അകറ്റണമേ അല്ലാഹ് എന്നിങ്ങനെ കുടുംബം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഈ സംസാരിക്കുന്ന വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾക്കും അൽഹംദുലില്ലാഹ് കുടുംബം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ 3 രീതിയിലുള്ള കുടുംബങ്ങൾ നമുക്കുണ്ടല്ലോ. ആ കുടുംബത്തിന്റെ ബന്ധം, അവരുമായിട്ടുള്ള സമീപനം, അത് താലോലിക്കുകയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിയാകുന്ന നമ്മളുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസിയല്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, മനുഷ്യരൊക്കെ അധികവും അവഗണിച്ചു കളയുന്നത് മാതാപിതാക്കളുള്ള ആ വലിയൊരു ബന്ധമാണ്. മാതാപിതാക്കൾ ദുനിയാവിലെ സ്വർഗമാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ
അവരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് പുലർത്തുന്നതിന് വേണ്ടുവോളം പല മക്കൾക്കും കഴിയാതെ പോകുന്നു. അവരെ അന്വേഷിക്കുന്നില്ല, അവർക്ക് വേണ്ടുന്ന ഹിദ്മത്തുകൾ ചെയ്യുന്നില്ല. എന്നിട്ട് അവർ മരണപ്പെടുമ്പോൾ എന്താണ് വിലപിക്കുന്ന ഒരുപാട് പേരെ സഹോദരങ്ങൾ എനിക്ക് നിങ്ങൾക്കും അറിയാം. പക്ഷേ അത് ദുനിയാവിലെ സ്വർഗമാണ്. അത് നഷ്ടപ്പെടുമ്പോൾ പല പല കുടുംബത്തിലും പരീക്ഷണങ്ങൾ വരാറുണ്ട്. അത്തരം ഒരു പരീക്ഷണങ്ങളെ തൊട്ടും അല്ലാഹു എന്നെയും നിങ്ങളെയും കാക്കുമാറാകട്ടെ. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാണ് കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായത്. അത് കാത്തു സൂക്ഷിക്കുന്നവന് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്നത് മാതാവിന്റെയും പിതാവിന്റെയും തൃപ്തി കിട്ടുന്നതിലൂടെയാണ് അള്ളാഹിന്റെ തൃപ്തി. അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെയും അവരുടെ കോപവും വിഷമവുമാണ് അള്ളാഹുവിന്റെ അതൃപ്തി, അള്ളാഹുവിന്റെ കോപം. സഹോദരങ്ങളെ, നമ്മളെ മാതാപിതാക്കളെ സ്നേഹിക്കാനും വേണ്ടുവോളം അവരെ കടമകൾ നിർവഹിക്കാനും നമ്മളുടെ കൈകൾ കൊണ്ട് അവരുടെ മലമൂത്ര വിസർജനങ്ങൾ നമ്മൾ വൃത്തിയാക്കേണ്ടി വന്നാലും ഒരു വിഷമമില്ലാതെ തന്നെ നമ്മളത് പൂർത്തിയാക്കിക്കൊണ്ട് ഇത് അള്ളാഹു എനിക്ക് കനിഞ്ഞേകിയ വലിയൊരു സ്വർഗമാണെന്ന് കൊണ്ടു നടക്കാൻ, അഭിമാനിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാകാം. ഏറ്റവും സുവർണ അവസരം ഒരു മനുഷ്യന് കിട്ടുന്ന ഏതെന്ന് ചോദിച്ചാൽ അവന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നതാണ്. പക്ഷേ ഞാൻ വിശദീകരിക്കുന്നില്ല, പലരും അത് മറന്നുപോകുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എവിടെയെല്ലാം അവനെ ആരാധിക്കണമെന്നും അവനോടൊരു വസ്തുവിനെയും പങ്കു ചേർക്കരുതെന്നും തൗഹീദിന്റെ വചനം അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം അല്ലാഹു കൂട്ടിക്കടുപ്പിച്ചൊരു വാക്കുണ്ട്, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യാൻ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള നമ്മുടെ പവിത്രമായ ബന്ധത്തെ അല്ലാഹു ഈമാനുമായി കൂട്ടിക്കടുപ്പിച്ചിരിക്കുന്നു, തൗഹീദുമായി കൂട്ടിക്കടുപ്പിച്ചിരിക്കുന്നു. ആ മാതാപിതാക്കളെ വേണ്ടുവോളം ആദരിക്കാനും ബഹുമാനിക്കാനും അവരുമായിട്ടുള്ള കടമകൾ വീടാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഞാനിത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കൾക്ക് വിഷമം വിചാരിക്കരുത്. മാതാപിതാക്കളും ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. കടമകളും ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ മക്കൾക്ക് മാതാപിതാക്കളോടുള്ളതുപോലെ തന്നെ മാതാപിതാക്കൾക്കും മക്കളോടുള്ള ചില ബന്ധങ്ങൾ അത് പവിത്രമായി കാത്തു സൂക്ഷിക്കണം. അത് കളഞ്ഞു കുടിക്കാനോ അത് മക്കൾ നാശത്തിലേക്ക് എത്താനോ വഴിവിടാൻ നമുക്കാർക്കും അനുവദനീയമല്ല. നമ്മളുടെ സമ്പത്താണ് നമ്മളുടെ മക്കൾ, നമ്മളുടെ അഡ്രസ്സാണ് നമ്മളുടെ മക്കൾ. നമ്മളുടെ അഭിമാനവും നമ്മളുടെ അഡ്രസ്സും നമ്മളുടെ മുതലും നമ്മളുടെ സമയവുമില്ല നമ്മളുടെ പൊന്നുമക്കൾക്കാണ്. പൊന്നുമക്കളുടെ നല്ല ജീവിതം നമ്മളുടെ അന്തസ്സാർന്ന ജീവിതമാണ്. പൊന്നുമക്കളുടെ വഴിവിട്ട ജീവിതം നമ്മളെ ഇരുളടഞ്ഞ നാണം കെട്ട ജീവിതമാണ്. ആയതുകൊണ്ട് നമ്മളെ പല കുടുംബത്തിലും മക്കളുടെ കാര്യത്തിൽ സഹോദരങ്ങളെ ഗൗനിക്കാറില്ല. ചിലർ കൊടുക്കൽ വാങ്ങലുകളിൽ തന്നെ വിവേചനം കാണിക്കാറുണ്ട്. ഞാൻ ഒന്നും കൂടി ഉണർത്തുകയാണ്, ഒരു പിതാവ് തന്റെ ഭൂസ്വത്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് മക്കളുടെ ബന്ധം മാതാപിതാക്കളുമായി നഷ്ടപ്പെടുന്നതെന്ന് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. തന്റെ മുതൽ മക്കൾക്ക് വേണ്ടി വീതിക്കുമ്പോൾ അവിടെ വിവേചനം കാണിക്കുന്നു. ഒന്നുകിൽ മൂത്ത മകന് വേണ്ടി കൊടുക്കുന്നു, കാര്യം അവൻ എൻ്റെ ഇഷ്ടക്കാരനാണ്, അല്ലെങ്കിൽ അവനക്ക് ഉദ്യോഗസ്ഥനാണ്, അവനക്ക് മുതലുണ്ട്. അതല്ലെങ്കിൽ ഇളയ മകൻ, അല്ലെങ്കിൽ ഇതിനിടയിലുള്ള ഏതെങ്കിലും മകൻ കൊടുക്കുന്നു. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. അവന്റെ ഭാര്യ മരുമകളാണെങ്കിലോ വലിയ വാചാലതയുള്ളവളായിരിക്കാം, ഇല്ലെങ്കിൽ ഇവരെയൊക്കെ കയ്യിലെടുക്കുന്നവരായിരിക്കാം. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കൊള്ളാത്തവർ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് കൊടുക്കുക, അവർക്ക് മാത്രം എഴുതി കൊടുക്കുക. അത് വലിയൊരു അക്രമമാണ്. മക്കൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ ഉലച്ചു വരുന്ന സംഭവമാണ്. പല നാട്ടിലും ബഹുമാനികളെ വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നത് ഇതാണ്. ആയതുകൊണ്ട് അവിടെ വിവേചനം പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ ബന്ധം പവിത്രമാകണമോ മാതാപിതാക്കളും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പിതാവ് ബഷീർ, നുഅ്മാൻ ഇബ്നു ബഷീർ, എന്റെ പിതാവ് എന്റെ കൈക്കൽ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലെത്തി. എന്താണെന്നറിയോ? ഉമ്മാന്റെ വാക്ക് കേട്ടുകൊണ്ടാണ്. വാപ്പച്ചിക്ക് ഒരു ആഗ്രഹം, തന്റെ മുതല് അതിൽ ഏറ്റവും സിംഹഭാഗം വലിയൊരു സംഭാവന, ഒരു സദക്ക മകന് ചെയ്യണം. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വരുമ്പോൾ റസൂലുള്ളാഹിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് വേണം ഇത് ചെയ്യാനെന്ന് ഭാര്യ പറഞ്ഞപ്പോ, കാര്യം ഇത് മറ്റു മക്കളുണ്ട്, അവരറിഞ്ഞാൽ പ്രശ്നമാകും, നബി സാക്ഷ്യം വഹിച്ചാൽ പിന്നെ വിഷയമില്ലല്ലോ. അങ്ങനെ നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉപ്പ എന്നെയും കൂട്ടി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, റസൂലുള്ളാഹ്, ഞാൻ ഈ നുഅ്മാൻ എന്റെ മുതൽ എനിക്ക് വലിയ സമ്പത്തുള്ള ആ സമ്പത്തിൽ നിന്ന് വലിയ സിംഹഭാഗവും ഇവനക്ക് വേണ്ടി ഞാൻ കൊടുക്കുക. അതെനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ വീട്ടുകാർക്കൊരു ആഗ്രഹമുണ്ട്, അങ്ങയെ സാക്ഷ്യപ്പെടുത്തിയിട്ടേ കൊടുക്കാവൂ എന്ന്. അങ്ങനെ വന്നതാണ് റസൂലേ. പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിറം വ്യത്യാസമായി, ഗൗരവത്തിന്റെ നിറമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ആ മനുഷ്യനോട് ചോദിക്കുന്നു, നിനക്ക് മറ്റു മക്കളുണ്ടോ? അതെ, ഉണ്ട്. ആ വഹബതഹു കുല്ലുഹും മിസ്ലു ദാലിക്, എല്ലാവർക്കും ഇതുപോലെയാണോ നീ വീതിച്ചു കൊടുത്തത്? ഇല്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ ഭയപ്പെടണം, അല്ലാഹുവിനെ ഭയപ്പെടണം.
വലാ തഷ്ഹദുനി അലൽ ജൗർ, അക്രമത്തിന് എന്നെ ഒരിക്കലും നീ സാക്ഷിയാക്കരുതെന്ന് താക്കീത് നൽകി അല്ലാഹു റസൂൽ വിട്ടയച്ചു. ഞാനും നിങ്ങളും പഠിക്കേണ്ടുന്ന വലിയൊരു പാഠമാണ് ഇതിലൂടെ. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് മക്കൾ അധികം നഷ്ടപ്പെടുന്നത് എന്ന് പല കുടുംബത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലത് മാത്രമാണിത്. അത് മാത്രമല്ല, സ്നേഹത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ നമ്മൾ നീതിയോടെ പെരുമാറുമ്പോൾ അവർക്ക് വല്ലാത്ത കടമ പാലിക്കുവാനും നമ്മളെ മക്കളായി നമ്മളെ അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് അവർ നിലനിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരു സഹാബി ഓടി വന്ന് കൂടെ ഇരുന്നു. അപ്പോൾ ഉപ്പിച്ച എന്ന് വിളിച്ചുകൊണ്ട് ആ സഹാബിയുടെ കുഞ്ഞുമോൻ ഓടി വന്നു. വാപ്പാന്റെ അടുത്ത് വന്നപ്പോൾ വാപ്പ പിടിച്ചൊരു ചുംബനം നൽകി തലോടിയതിനു ശേഷം വലത്തെ തുടയിലേക്ക് കയറ്റിവെച്ചു. ഉടനെ തന്നെ മകനെ കയറ്റിവെച്ചു. ഉടനെ തന്നെ ഉപ്പിച്ച എന്ന് വിളിച്ചുകൊണ്ട് കുഞ്ഞു മോൾ ഓടി വരികയാണ്. അപ്പോൾ ചുംബനം നൽകി തലോടിയതിനു ശേഷം നിലത്തിരുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം തഅദിൽ, നീ നീതി കാണിച്ചിട്ടില്ല. അപ്പൊ ഉടനെ തന്നെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് കേട്ടുകൊണ്ട് ആ മനുഷ്യൻ ചെയ്തു, ആ മകളെ കൈകൊണ്ടെടുത്ത് അടുത്ത തുടയിലെടുത്ത് കയറ്റി വെച്ചു. അല്ലാഹു റസൂൽ പറഞ്ഞു, അൽ ആന അദൽത, ഇപ്പോഴാണ് നീ നീതി നടപ്പാക്കിയത്. നോക്കണം, ചുംബനങ്ങളിൽ പോലും സഹോദരങ്ങൾ അപ്പോൾ കൊടുക്കൽ വാങ്ങൽ എത്രയോ വിഷയമാണ്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ മറ്റൊന്ന് ചിന്തിച്ചു പോകരുത്. മാതാപിതാക്കൾ ഇനി ഇങ്ങനെ ചെയ്താൽ, ചെറുപ്പക്കാരായ സഹോദരങ്ങളെ, നമുക്ക് അവരോട് ഒരിക്കലും വിയോജിപ്പ് പ്രകടിപ്പിക്കൽ അധികാരമില്ല, അവരെ എതിർക്കൽ അധികാരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഅകുലുൽ വാലിദു മിമ്മാലി വലദിഹി ബിൽ മഅറൂഫ്, ഒരു പിതാവിന് മകന്റെ അനുവാദമില്ലാതെ തന്നെ അവന്റെ മുതലുകൾ അത്യാവശ്യത്തിന് വേണ്ടി വന്നതെടുക്കൽ അനുവദനീയമുണ്ട്. പക്ഷെ നേരെ തിരിച്ചു പറ്റുകയില്ല. ഒരു മകന് തന്റെ പിതാവിന്റെ മുതലെടുക്കൽ, മാതാപിതാക്കളുടെ മുതലെടുക്കൽ അവരുടെ അനുവാദമില്ലാതെ എടുക്കൽ അത് പാടില്ല. അപ്പോൾ ഇങ്ങോട്ട് ഉപദ്രവിച്ച അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടായെന്ന് തോന്നിയാലും അങ്ങോട്ട് ഒരിക്കലും ഒരു മകനിൽ നിന്നും ഒരു ചെറുപ്പക്കാരിൽ നിന്നും സഹോദരങ്ങളെ തന്റെ പിതാവിലേക്ക് നമ്മൾ ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. കാര്യം അത് നമ്മുടെ ദുനിയാവിലെ സ്വർഗമാണ്. അള്ളാഹു കനിഞ്ഞെറിയതായ സമ്പത്താണ്. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ. അപ്പോൾ നമ്മൾ എന്താ ഇതിന് ചെയ്യുക? നമ്മുടെ മക്കളെ ആ രീതിയിലായിരിക്കണം നമ്മൾ സ്നേഹിക്കേണ്ടത്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, അവർക്ക് അവസരങ്ങൾ കൊടുക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നാലും അവർ നന്മ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വലിയ പ്രോത്സാഹനങ്ങൾ നൽകണം. അങ്ങനെ സഹോദരങ്ങളെ കൂടെ കൂട്ടി നമ്മൾ അവരെ നമ്മളുടേതാക്കി മാറ്റണം. അപ്പോഴാണ് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ അഭിലാഷങ്ങളും ഒക്കെ ദീനിയായ കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളുടെ മക്കളായി എന്നു നിലനിൽക്കും. നമുക്ക് അഡ്രസ് ഉണ്ടാക്കി തരും. നല്ല ബന്ധമായിരിക്കും ആ മാതാപിതാക്കളുടെ ഇടയിൽ ഉണ്ടാവുക. ഇനി നിങ്ങൾ നോക്കുക, പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് കാണാം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, മുതലും അതേപോലെ തന്നെ മക്കളും ദുനിയാവിന്റെ അലങ്കാരമാണ്. എങ്ങനെ? നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന നമ്മുടെ സന്താനങ്ങളും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ മുതലും ഈ ലോകത്തിന്റെ അലങ്കാരമാണ്, ഹയാത്തുദ് ദുനിയ. എന്നാൽ അതിന്റെ കടമകൾ, ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ട് അതിന്റെ കടമകൾ വീടിയാണ് സഹോദരങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും ഇത് നമുക്ക് അനുഗ്രഹമായിരിക്കും. ഇവ രണ്ടും അതിന്റെ ബാധ്യതകളും ബന്ധങ്ങളും നമ്മൾ പുലർത്താതെ നമ്മൾ മാറി നിന്നാൽ ദുനിയാവിലും മുതലും മക്കൾ നമുക്ക് നഷ്ടമായിരിക്കും, ആഖിറത്തിൽ നമുക്കെതിരായിരിക്കും. നരകാഗ്നിയിൽ അവർക്ക് നരകത്തിൽ വിധിക്കപ്പെടുമ്പോൾ, നരകത്തിലേക്ക് കയറുമ്പോൾ, അവർ അതിന്റെ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ആശ്വാസത്തിന് വേണ്ടി ഈ ചൂട്, നരകത്തിന്റെ ചൂട് ചവിട്ടി നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ മാതാപിതാക്കളെ കൊണ്ടുവാ, അവരുടെ പുറത്ത് കയറി നിന്നതിന് ശേഷമെങ്കിലും എനിക്ക് കുറച്ച് ആശ്വാസം വരട്ടെ എന്ന് വിളിച്ചു ചോദിക്കുന്ന മക്കൾ പരലോകത്ത്. അങ്ങനെ ആകാതിരിക്കാൻ അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കാതിരിക്കുമാറാകട്ടെ. നമുക്ക് പരിശുദ്ധമായ ഖുർആനിൽ രണ്ട് ഉദാഹരണങ്ങൾ, പവിത്രമായ ബന്ധങ്ങൾ നിലനിർത്താനും ബന്ധങ്ങൾ കോട്ടം വന്നു പോയപ്പോഴുള്ളതായ വീഴ്ചകളിൽ വലിയ നാശം വന്നതിന്റെയും രണ്ട് ഉദാഹരണങ്ങൾ ഖുർആൻ എനിക്ക് നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടി തരും. അത് രണ്ട് നബിമാരുടേതാണ് കേട്ടോ. നമുക്കറിയാം നമ്മുടെ ഉമ്മമാര് മക്കളെ എത്ര പ്രയാസപ്പെട്ടാണ് വളർത്തുന്നതെന്ന് നമുക്കറിയാം. ആ രണ്ട് ഉമ്മമാരുടെ വളരെ ഉദാഹരണം പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. ഒന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ മകന്റെ ഉദാഹരണമാണ്. മറ്റൊന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഭാര്യ ഹാജറയുടെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഉദാഹരണമാണ്. രണ്ടും ഉദാഹരണങ്ങൾ നമ്മൾ വേറൊരിച്ചൊന്ന് നോക്കുക. ഒന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയോടും മകനോടും തൗഹീദിന്റെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അവസാനം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം കപ്പലുണ്ടാക്കി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. എവിടെ? മലമുകളിൽ.
അള്ളാഹുവിന്റെ തീരുമാനം വന്നു, ശിക്ഷ വന്നു. വെള്ളം ഇങ്ങനെ ഉയർന്നുയർന്ന് കപ്പലിന്റെ അടുത്തെത്തി. കപ്പൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോ മകൻ വരുന്നു. പരിശുദ്ധമായ ഖുർആനിൽ മകനെ വിളിച്ച വാക്കെന്താണെന്ന് അറിയോ? നൂഹ് നബി അലൈഹി സ്വലാം, യാ ബുനയ്യ, ഓ പൊന്നു മോനെ, ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ, നീ നമ്മോടൊപ്പം കേറിക്കോ, നീ അവിശ്വാസികൾ പെട്ടുപോകരുത് മോനെ, നീ വിശ്വസിച്ച് എത്രയും പെട്ടെന്ന് കേറിക്കോ. അപ്പോൾ മകൻ പറഞ്ഞ മറുപടി, സഅവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ ഈ മലയുണ്ട്, നിങ്ങളെ ഈ കപ്പലൊന്നും എനിക്ക് വേണ്ട വാപ്പാ, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ ഇതിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് മകൻ പറയുന്നു. ഉടനെ തന്നെ രാക്ഷസ തിരമാല വരുന്നു. ഒരു മൗജ് വന്നു. എങ്ങനെ? ശക്തമായ രാക്ഷസ തിരമാല വന്ന് മകനെയും വാപ്പാനെയും വേർപെടുത്തി വെള്ളത്തിൽ മുങ്ങി നശിച്ചു. ഇനി ഒരു ഉദാഹരണം കൂടെ കേട്ടോളേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകനെ വിളിച്ചൊരു വാക്കുണ്ട്. മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോയി അവസാനം വളർന്ന് ഉമ്മാനോടൊപ്പം ഹാജറ റളിയല്ലാഹുവിനോടൊപ്പം വളർന്ന് വലുതായി പിച്ച വെച്ച് നടക്കുന്ന പ്രായമെത്തി സ്വയം പ്രാപ്തിയിലെത്തിയപ്പോ വാപ്പ വരികയാണ്. എന്തിനാ വരുന്നത്? വലിയൊരു സന്തോഷാർത്ഥം അറിയിക്കാനാണ്. അവിടെ വിളിച്ച വാക്കെന്താണ്? യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ, മോനെ, നിന്റെ വാപ്പിച്ച് ഇപ്പൊ വന്നെന്താണെന്ന് അറിയോ? ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. നബിമാർ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാണല്ലോ. മോനെ, നിന്നെ അറുക്കാൻ റബ്ബ് പറഞ്ഞിരിക്കുകയാണ്, നിന്റെ തീരുമാനം എന്താണ് മോനെ എന്ന്. അപ്പൊ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്ക് ഖുർആനിലുണ്ടല്ലോ, യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. ഇതുവരെ വാപ്പായെ കണ്ടിട്ടില്ല, ഉമ്മയും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഉമ്മയുടെ തർബിയത്തിൽ ഈമാൻ അനുസരിച്ച് വളർന്ന മകൻ വാപ്പാനോട് പ്രതികരിക്കുന്നത് എന്താണെന്നറിയോ? യാ അബതി ഫഅൽ മാ തുമർ, ഉപ്പാ, നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചത് നിങ്ങൾ അങ്ങ് ചെയ്തോളൂ. എന്നിട്ടോ? ഞാൻ ഓടുകയില്ല ഉപ്പ, ഞാൻ മാറുകയില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ ഞാൻ അതിൽ പൂർണ്ണമായും അടിയുറച്ച് വിശ്വസിക്കുന്നു, ഞാൻ അതിൽ കിടന്നു തരാൻ തയ്യാറാണ്. ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, ഒരു മകനെ വിളിച്ചത് ജീവിതത്തിൽ, നരകത്തിൽ നിന്നും മരണത്തിൽ നിന്നും ജീവിതത്തിലേക്കാണ് വിളിച്ചത്, അല്ലേ? എന്താണ്? മുങ്ങി താഴാനടുക്കുന്ന, മുക്രയിട്ട് മരിക്കാനടുക്കുന്ന ഒരു മനുഷ്യനെ വാ മോനെ, നിന്നെ രക്ഷപ്പെടുത്താമെന്നാണ് ഒരു വാപ്പ വിളിക്കുന്നത്. മറ്റേ വാപ്പയോ, മോനെ, നിന്നെ കൊല്ലാൻ വേണ്ടി നിന്നെ അറുത്തു കൊടുക്കാൻ പടച്ചവൻ തീരുമാനിച്ചിരിക്കുന്നു, ജീവിതത്തിൽ നിന്നും മരണത്തിലേക്ക്. രണ്ടുപേരുടെ ഈമാൻ നോക്കുക. ഇതെങ്ങനെ ഉണ്ടായി എന്ന് എന്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ ബന്ധങ്ങൾ, കടമകൾ. ബഹുമാനപ്പെട്ട ഹാജറ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ വളർത്തി. മകനും ഉമ്മയും തമ്മിൽ, ഉമ്മയും മകനും തമ്മിൽ ആ വല്ലാത്ത കടമ. നേരെ മറിച്ച് നേരെ മുകളിലേക്ക് നോക്കുക. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എങ്ങനെ ഉണ്ടായി? മകനും അതേപോലെ തന്നെ ഭാര്യയും നൂഹ് നബിക്ക് എതിരാകുന്നു. കടമകൾ പൂർത്തിയാക്കുന്നില്ല, പരസ്പരം അവിശ്വാസിയായി മാറുന്നു. ഇതൊക്കെ മരീചികയായി അവർ മനസ്സിലാക്കുന്നു. ഇതാണ് ബന്ധം. ബന്ധം അള്ളാഹുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കും. അള്ളാഹു അവരെ ചേർത്ത് പിടിക്കും. ബന്ധം മുറിച്ചോ സഹോദരങ്ങളെ, തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ നാശത്തിലേക്ക് എത്തിക്കും. ദുആ തന്നെ സ്വീകരിക്കുകയില്ല. ലാ തൻസിലു റഹ്മ ഫീഹിം ഖാതിഉർ റഹീം. ഒരു നാട്ടിൽ, ഒരു വീട്ടിൽ, ഒരു മസ്ജിദിൽ ബന്ധം മുറിച്ചവൻ, പിണങ്ങി കഴിയുന്നവനുണ്ടോ, അവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുകയില്ല. പടച്ച തമ്പുരാന്റെ അനുഗ്രഹം അവിടെ ഇറങ്ങുകയില്ല, ഉറപ്പാണ്. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ആയതുകൊണ്ട് നമ്മളുടെ ബന്ധം സ്ഥാപിക്കണം. പരിശുദ്ധമായ റമദാനാണല്ലോ. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു എന്ന് തോന്നുന്നു. കാര്യം ഈ പരിശുദ്ധമായ മസ്ജിദ്, പാളയം മസ്ജിദ്, അൽഹംദുലില്ലാഹ് എല്ലാ വർഷവും എന്നെ വിളിക്കാറുണ്ട് ഇവിടെ. അത് മാത്രമല്ല, നമ്മളെ തലസ്ഥാന മസ്ജിദാണ്. പിറ കാണുന്നതിനും മറ്റുമൊക്കെ എപ്പോഴും നമ്മളിവിടെ പണ്ഡിതന്മാർ അൽഹംദുലില്ലാഹ് ഈ മസ്ജിദിന്റെ അംഗണത്ത് കൂടാറുണ്ട്. ബഹുമാനപ്പെട്ട ഷുഐബ് ഉസ്താദ് അവர்கள் നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്, മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ. അപ്പോഴൊക്കെ എപ്പോഴും വരികയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇസ്തിഗ്ഫാറിനെ കാത്തിരിക്കുകയാണ്, അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചൊരു കഥയുണ്ട്. എൻ്റെ അയൽവാസി എന്നോട് പിണക്കത്തിലാണ്, ഞാൻ ഹജ്ജിന് പോകുന്നു, ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നില്ല, കാര്യം നീതി എൻ്റെ ഭാഗത്താണ്, അവൻ അനീതിയാണ് ചെയ്തത്. ഞാൻ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, അല്ല മാമ, നിങ്ങളെ ഇപ്പൊ എവിടെ പോകുന്നത്? കഅബയിലേക്ക്. എന്തിനാ പോകുന്നത്? ഹജ്ജ് ചെയ്യാൻ. പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അത് പാവങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നു. നമുക്ക് ഇങ്ങനെ ധാരണയാണ്, ഇങ്ങോട്ട് കിട്ടാനുള്ളതെല്ലാം നമ്മൾ മേടിച്ചെടുക്കുക. എങ്ങനെ? ഇങ്ങോട്ട് എന്തൊക്കെ വേണോ മേടിച്ചെടുക്കുക, നമ്മൾ അങ്ങോട്ടുള്ള കടമ നമ്മൾ പൂർത്തിയാക്കുകയില്ല. വിട്ടുവീഴ്ച മനോഭാവം, മാപ്പ് നൽകുക, അല്ലെങ്കിൽ പൊരുത്തപ്പെടിയിക്കുക, സന്തോഷത്തോടെ ഇണങ്ങി പോകുക. അറഫ മൈതാനിയിൽ ജനലക്ഷങ്ങൾ പങ്കെടുത്ത സദസ്സിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തി. എന്താണെന്നറിയോ? പറഞ്ഞ സംസാരത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഒരാൾക്ക് ലാ ലബ്ബൈക വലാ സഅദൈ, അവരുടെ ലബ്ബൈക അല്ലാഹുവിന് വേണ്ട, ലാ സഅദൈ,
അവരുടെ ലബ്ബൈക്ക് അല്ലാഹുവിന് വേണ്ട, അവരുടെ ഉംറയും ഹജ്ജും അല്ലാഹു സ്വീകരിക്കുകയില്ല. സഹാബാക്കൾ ചോദിച്ചു, ആരാണ് നബിയെ? അപ്പോഴാണ് പറഞ്ഞത്, അത് കുടുംബ ബന്ധം മുറിച്ച് കഴിയുന്നവനാണ്, പിണങ്ങി കഴിയുന്നവനാണ്, പവിത്രമായ ബന്ധത്തെ ഇല്ലാതാക്കുന്നവനാണ്. അള്ളാഹു മനസ്സിലായി തരട്ടെ. സഹോദരങ്ങളെ, ഇതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. അത് വല്ലാത്തൊരു ബന്ധമാണ്. ആ ബന്ധം പവിത്രമാകാൻ ഒരു കുടുംബത്തിന്റെ അടിത്തറ വിവാഹമാണല്ലോ. ആ വിവാഹത്തിൽ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ഓരോ ബന്ധങ്ങൾ തുടങ്ങുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അവിടെ പറഞ്ഞ എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ വലിയ അപാരമായ അനുഗ്രഹത്തിലും ദൃഷ്ടാന്തങ്ങളിലും പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. നോക്കുക, ഇത് വലിയൊരു ആയത്തായി അള്ളാഹു പറയുകയാണ്, വലിയൊരു ദൃഷ്ടാന്തമായി. എന്തിനാണ് ഈ തസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ. അപ്പൊ സമാധാനം കണ്ടെത്താനുള്ള ഒരു ഇടമാണ് എന്ത്? ഈ വിവാഹ ജീവിതം എന്നുള്ളത്. അതിലൂടെ സമാധാനമാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും അനൈക്യമുണ്ടാകാൻ പാടില്ല, പിണങ്ങിക്കഴിയാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ, ബന്ധമില്ലാതായി കഴിഞ്ഞാൽ, ഒരു രാത്രി കഴിഞ്ഞുകൂടിയാൽ നേരം പുലരുവോളം അള്ളാഹുവിന്റെയും മുഴുവൻ മലക്കുകളുടെയും മനുഷ്യരുടെയും മനുഷ്യേതര ജീവികളുടെയും ഒക്കെ ക്ഷാപം പേറിക്കൊണ്ടിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ബഹുമാനികളെ, വല്ലാത്തൊരു ദൃഷ്ടാന്തമാണ്. ഇതിനുശേഷം അള്ളാഹു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങളുടെ ഇടയിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അള്ളാഹു സ്നേഹത്തെ സ്ഥാപിച്ചിരിക്കുക, കാരുണ്യത്തെ സ്ഥാപിച്ചിരിക്കുക. ഞാനിത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവൾ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞ 2 രംഗങ്ങളുണ്ട്. അതും കൂടി ഞാൻ ഉണർത്തിക്കൊണ്ട് വിരമിക്കാൻ സഹോദരങ്ങളെ. കാര്യം, ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ളത് പവിത്രമായ ബന്ധമാണ്. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അർശ് കിടുങ്ങിപ്പോകും. നമ്മളുടെ മഹല്ലുകളിൽ പലതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതാണ്. ഈ ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ 2 സ്ഥലങ്ങളിൽ, വളരെ പ്രധാനമായി എടുത്തു പറയേണ്ട 2 സ്ഥലങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അതിലൊന്നെന്താണെന്ന് അറിയോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു, ആയിഷാന്റെ അടുക്കലേക്ക് വരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യാണ്? മാവ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കാൻ കുഴച്ചു നിൽക്കുന്നു. അങ്ങനെ കുഴച്ചിരിക്കുമ്പോഴാണ് ആയിഷ അങ്ങ് ഉറങ്ങിപ്പോയത്. മഹാനായ റസൂലുള്ളാഹി വരുമ്പോൾ, പ്രിയപ്പെട്ടവർ കടന്നു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങുന്നു. കയ്യിലോ റൊട്ടിയുടെ മാവിന്റെ പാട്, ഫ്രണ്ടിൽ റൊട്ടിയുടെ മാവ്. ഒരു കൊച്ചു കുഞ്ഞ് യഥമില്ലാതെ കിടക്കുമ്പോൾ എപ്രകാരമാണോ അവരുടെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ലെവലാക്കി കിടത്തി തുണിയിട്ട് മൂടി മാറിപ്പോകുന്നതാണ്, ഒന്ന് സേഫ്റ്റാക്കി അത് സുരക്ഷിതമാക്കിയിട്ട് മാറിപ്പോകുന്നത്. ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുള്ള മാവിന്റെ ഭാഗം മെല്ലെ എടുത്തു, അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ കൈ മെല്ലെ എടുത്ത് തറയിലേക്ക് വെച്ചു. നേരെ ഉറക്കി കിടത്തിയതിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാവ് കുഴയ്ക്കാൻ തുടങ്ങുകയാണ്. മാവ് കുഴച്ചു പരുവമായപ്പോ അതിനെ റൊട്ടി ഉണ്ടാക്കുന്നു. ഓടടുപ്പിൽ വെച്ചിട്ട് റൊട്ടി ചുടുന്നു. ചുട്ട് പാകപ്പെടുത്തി എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം കുറച്ചുകൂടെ കഴിയട്ടെ, ഒന്നെന്റെ ആയിഷ ഉറങ്ങട്ടെ, ഉറങ്ങിയതിനു ശേഷം വിളിക്കാം എന്ന് പറഞ്ഞ് ഉറങ്ങി അല്പം കഴിഞ്ഞപ്പോൾ ഉണരാറായപ്പോൾ, ആയിഷ ഭക്ഷണം റെഡിയായി കേട്ടോ, ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചാൽ എന്താ? മാനികളെ, കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ് കാഴ്ച. ഞാൻ ഉണ്ടാക്കേണ്ടുന്ന ഭക്ഷണം എന്റെ റസൂലുള്ളാഹി പൂർണ്ണമായും എന്നെ ഉണർത്താതെ തന്നെ അതുണ്ടാക്കി എനിക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഈ പാളയം മസ്ജിദിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് എത്തുമ്പോൾ, നമ്മളെ വീട്ടിൽ ഉച്ച സമയമാണ്, നോമ്പ് സമയമല്ല, ഭക്ഷണത്തിന് സമയമായി. ഒരല്പം വൈകിയാണ് ഇവിടെ സാധാരണ നമസ്കരിക്കുന്നതെങ്കിൽ സഹോദരങ്ങൾ നമസ്കരിച്ച് വീട്ടിൽ പോകുമ്പോൾ നല്ല വിശപ്പാണ്. അപ്പോഴാണ് നമ്മളെ വീട്ടുകാർ ഉറങ്ങുന്നത്. അടുപ്പത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഭക്ഷണമില്ല. നമ്മളുടെ പ്രതികരണം എന്തായിരിക്കും? നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ അവിടെ എന്താണ്, മനുഷ്യത്വപരമായിട്ടല്ലാത്ത രീതിയിലായിരിക്കും പെരുമാറുക, ഉപദ്രവപരമായിട്ടായിരിക്കും പെരുമാറുക. ഏതോ ഒരു ജീവി അവരിങ്ങനെ പാചകം ചെയ്യുക, നമ്മളെ വസ്ത്രം തേച്ച് തരിക, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ ചെരുപ്പുകൾ നേരെയാക്കി തരിക. അങ്ങനെ ഒരു ബന്ധമില്ലാതെ നമുക്ക് വേണ്ടി അടിമയായിട്ടിരിക്കുന്ന ഒരു ജീവി. അള്ളാഹു കാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് എത്ര ഹിദ്മത്ത് നമുക്ക് ചെയ്തു തരണമോ അതിനേക്കാൾ അപ്പുറം അവർക്ക് ഹിദ്മത്ത് ചെയ്യുക എന്നുള്ളത് ഓരോ പുരുഷന്റെയും ബാധ്യതയും. പവിത്രമായ കുടുംബ ബന്ധം നിലനിർത്തുന്നതിന് വലുതുമാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുപോയി. ഈ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ലേ? അടുത്തൊരു ഘട്ടം എവിടെയാണെന്ന് അറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരാൾ ഭക്ഷണം കൊണ്ടുവരികയാണ്. മറ്റൊരു വീട്ടിൽ നിന്നാണ് വരുന്നത്. സംഭവമൊക്കെ അങ്ങ് പോട്ടെ. റസൂലുള്ളാഹി ഭക്ഷണം മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് കൊണ്ടുവരുമ്പോഴാ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൈ യാദൃച്ഛികമായി തട്ടി പ്ലേറ്റ് തറയിൽ വീണു, തുണ്ടായി ഉടഞ്ഞു, ഭക്ഷണം തെറിച്ചുപോയി. ആയിഷ റളിയല്ലാഹു അൻഹ ഗൗരവമുണ്ട് കേട്ടോ, ചെറിയ ദേഷ്യമുണ്ടായിരുന്നു ആ അവസരം. പക്ഷെ ഇത് ആരംഭപ്പൂവിന്റെ കൈയാണ്, തന്റെ പ്രിയപ്പെട്ട കൈയാണ് തട്ടിയത്.
അതിലൂടെ വിലപിടിപ്പുള്ള മറ്റൊരാളുടെ പാത്രം പൊട്ടിപ്പോയി. മാത്രമല്ല അതിൽ വെച്ചിരുന്നതായ ഭക്ഷണങ്ങൾ ചിതറിപ്പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശകാരിച്ചില്ല. പുഞ്ചിരിയോടെ, നിറപ്പുഞ്ചിരിയോടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കഷ്ണങ്ങളായി പിറക്കിയെടുക്കാൻ തുടങ്ങി. ശേഷം അവിടെയായി ചിതറിക്കിടക്കുന്ന ഭക്ഷണങ്ങൾ വാരിക്കൂട്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മാറിയിരുന്ന് കഴിക്കുന്ന ഈ രംഗം കണ്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു പോയി. സഹോദരങ്ങളെ, പൊട്ടിക്കരഞ്ഞു പോയി. എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഭർത്തൃ ജീവിതം നയിക്കുന്നവരല്ലേ. നമ്മളൊക്കെ പലപ്പോഴും ബന്ധങ്ങൾ മറന്നു പോകാറുണ്ട്. നമുക്ക് ഖിദ്മത്ത് ചെയ്യാൻ നമ്മുടെ മക്കളെ സ്കൂളിൽ അയക്കുമ്പോൾ പിതാവ് 9 മണിവരെയും കിടന്നുറങ്ങും. കാര്യം 9:30 ഡ്യൂട്ടിക്ക് പോകേണ്ടത്. ഉമ്മയാണെങ്കിലോ നേരത്തെ എഴുന്നേൽക്കും. ഉമ്മയ്ക്ക് നേരത്തെ ഡ്യൂട്ടിക്ക് പോകണം 9 മണിക്ക്. പക്ഷെ രണ്ടുപേരും വരുന്നത് ഒരേ സമയത്താണ്, പോകുന്നത് ഒരേ സമയത്ത്. ഉമ്മ ഇവിടെ എന്തൊക്കെ ചെയ്തു തീർക്കുന്നു. ഉമ്മയാണെങ്കിലോ ഉടനെ തന്നെ അത് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് പാചകം ചെയ്യുകയാണ് മക്കൾക്ക് വേണ്ടി. റെഡിയാക്കിയിട്ട് എവരെയും പിതാവിനെയും അയച്ചിട്ട് വേണം സ്വന്തം കാര്യം എന്താണ് ഒരു ഭാര്യയ്ക്ക് ചെയ്യാൻ. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നേരത്തെ എഴുന്നേറ്റ് ഷെയർ ചെയ്തുകൊണ്ട്, ഇല്ല മക്കളുടെ വസ്ത്രം ഞാനൊന്ന് തേച്ചു തരാം, ഭക്ഷണത്തിന് ഞാൻ ഇന്നതൊക്കെ സൗകര്യപ്പെടുത്തി തരാം, എന്റെയും നിങ്ങളെയും കുഞ്ഞല്ലേ, നമ്മളെ മോനല്ലേ, നമ്മളെ മോളല്ലേ, ചെയ്യേണ്ടതല്ലേ. ഇത് പവിത്രമായ ബന്ധം നിലനിർത്തുന്ന ഒരു കാരണമാണ് സഹോദരങ്ങളെ. അതാണ് ഇതിനെല്ലാത്തിനും പ്രതിഫലമുണ്ട്. അത് ഞാനിവിടെ പറയുന്നില്ല. ഭാര്യയെ നോക്കുന്നതിന്, ഭാര്യയുടെ വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്നതിന്, ഭാര്യയുമായി സംസാരിക്കുന്നതിന് എന്തിനേറെ പറയുന്നു. ഒരു മനുഷ്യന് ഇശാ നമസ്കാരം കഴിഞ്ഞാൽ ഉറക്കമൊഴിഞ്ഞ് രാക്കഥ പറയൽ അനുവദനീയമല്ല എന്ന് ഇസ്ലാം. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർക്ക് ഹലാലാണ്, അനുവദനീയമാണ്, പ്രതിഫലമാണ്. ഇത്രയും വലിയ ഗൗരവമുള്ളപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, എത്ര വലിയ കടമയാണ് നമുക്ക്. നമ്മളെ പ്രിയപ്പെട്ടവരോട് വലിയ കടമയുണ്ട്. അറഫ മൈതാനിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രഖ്യാപനം ഉണ്ടായി. ഞാൻ നിർത്തുന്നു. ഇസ്തഹ്സൂ ബിന്നിസാഇ ഖൈറാ. നിങ്ങൾ ഭാര്യമാരോട് നല്ല രീതിയിൽ ഇടപെടണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. ഇതൊരു അമാനത്താണ്. ബഹുമാനികളെ, പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാകുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണ്. ഇവിടെ എത്രയോ കുടുംബ കലഹങ്ങളൊക്കെ ഈ സംഭവത്തിൽ ഇവിടെ ഉണ്ടായേനെ. പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് എത്ര മനോഹരമായ രീതിയിലാണ് കുടുംബ ജീവിതം നയിച്ച് ബഹുമാനികളെ തലമുറകൾ കഴിഞ്ഞ് മാറി വന്ന നമുക്ക് വലിയൊരു മെസ്സേജ് തന്ന് നല്ല സാംസ്കാരിക പൈതൃകം നമുക്ക് കൈക്കൽ തന്നിട്ട് പോയത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയതുകൊണ്ട് നമ്മുടെ വീടുകൾ സമാധാനത്തിന്റെ കേന്ദ്രമാകാൻ, നമ്മുടെ മക്കൾ നമ്മുടെ അരുമ മക്കളാകാൻ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരങ്ങളാകാൻ ബന്ധങ്ങൾ സുദൃഢമാക്കുക. സഹോദരങ്ങളെ, പിണങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു ഒരിക്കലും നമുക്ക് പൂർത്തിയില്ല. അള്ളാഹു ഒന്നും സ്വീകരിക്കുകയില്ല. നമ്മളുടെ ഇബാദത്തുകൾ തന്നെ തലയ്ക്ക് മുകളിൽ അള്ളാഹു ഉയർത്തുകയില്ല പിണങ്ങിക്കഴിഞ്ഞാൽ. അതാണ് അതിന്റെ പ്രത്യേകത. അള്ളാഹിന്റെ അനുഗ്രഹം ഇറങ്ങാത്തത് അതുകൊണ്ടല്ലേ. ഇന്ന് ഞാൻ ഈ സംസാരിക്കുമ്പോഴും ബഹുമാനികളെ, നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ വളരെ പ്രയാസപ്പെടുകയാണ്. അള്ളാഹുവേ ഈ യുദ്ധത്തിന് എത്രയും പെട്ടെന്ന് ശമനം നൽകണേ റബ്ബേ. ഭയപ്പാടിലാണ് വിശ്വാസികൾ. നോമ്പ് കാലമാണ്. ഓരോ രാജ്യത്തും സൗദി, കുവൈറ്റ്, അതേപോലെ തന്നെ ബഹ്റൈൻ, മറ്റു രാജ്യങ്ങളും ഇറാൻ ഉൾപ്പെടെ വിശ്വാസികളാക്കിയിരുന്നത്. പടച്ച തമ്പുരാനെ എത്രയും പെട്ടെന്ന് ഈ യുദ്ധത്തിന് അറുതി വന്ന് പടച്ചവനെ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കണമേ തമ്പുരാനെ. കാര്യമായി ദുആ ചെയ്യുക. അങ്ങനെ ഞാൻ പറഞ്ഞൊന്ന വിഷയം, ആ മനുഷ്യൻ എന്നോട് പറയുകയാണ്, ഞാൻ ഹജ്ജിന് പോകുന്നു. ഞാൻ പറയും, നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് വിട്ടുവീഴ്ചയും ചോദിച്ച് കരഞ്ഞെറിഞ്ഞ് ദുആ ചെയ്യുമ്പോൾ അള്ളാഹിന്റെ അടിമയെ വേദനിപ്പിച്ചിട്ട് പോയാൽ എങ്ങനെ അള്ളാഹ് കേൾക്കാനാണ്? ആയതുകൊണ്ട് നിങ്ങൾ അവരോട് പോവുക, അങ്ങോട്ട് മാപ്പ് ചോദിക്കുക. അതാണ്, അങ്ങോട്ട് മാപ്പ് ചോദിക്കുക. ബഹുമാനികളെ, നമ്മളുടെ സ്വഭാവം തന്നെ നന്നായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കുടുംബം രക്ഷപ്പെടും. പവിത്രമായ കുടുംബമാകും സ്വഭാവം നന്നായി കഴിഞ്ഞാൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു? വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലി. നബിയേ, അങ്ങ് പരിശുദ്ധ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ, കോപമുള്ള ആളായിരുന്നെങ്കിൽ, പരിവൃത്ത സ്വഭാവക്കാരനായിരുന്നെങ്കിൽ എന്നെ ഈ പാവത്തുകളായ സഹാബാക്കൾ അങ്ങനെ വിട്ടുപിരിഞ്ഞു പോയേനെ. പക്ഷേ അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ പരിഗണന, അങ്ങയുടെ പ്രോത്സാഹനം, അങ്ങയുടെ പെരുമാറ്റം, ആ സുദൃഢമായ ബന്ധമാണ് അവരെ പിടിച്ചു നിർത്തുന്നത് നബിയെ എന്ന്. നമ്മളാണെങ്കിലും സഹോദരങ്ങളെ, ഏതെങ്കിലും ഉപ്പ ഈ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ ചെറുമക്കളുണ്ടല്ലോ, ആ ചെറുമക്കൾ നമ്മളെ കണ്ടിട്ട് എന്താണ്, ആ വന്നേന്ന് പറഞ്ഞ് ഓടി ഒളിക്കുന്ന രംഗമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളെ ചെറുമക്കൾ. കാര്യം ചിലർക്കൊക്കെ, എന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട ഉമർ സാറുണ്ട്, എപ്പോഴും നമ്മുടെ പള്ളിയിലെ മക്കളെയൊക്കെ കൊണ്ടാക്കിയിട്ട് അവിടെ നിസ്കരിക്കാൻ വരും. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഒരു ചെറുകുട്ടി ഉപ്പാനെ കണ്ടുകൊണ്ട് ഓടി ഒളിക്കുകയാണെങ്കിൽ ആ ഉപ്പയും കുട്ടിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ സിംഹമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നേരെ മറിച്ച് ആ ഉപ്പ മക്കളെ താലോലിച്ച് വളർത്തുകയാണെങ്കിൽ, ചെറുമക്കളെ നല്ലപോലെ നോക്കുകയാണെങ്കിൽ, ഗേറ്റിൽ വരുന്നതിന് മുമ്പ് തന്നെ ഭയപ്പാടോടുകൂടി ഓടുന്ന കുട്ടികൾ വളരെ അടുത്ത് വരും. ഓടി വന്ന് ഗേറ്റിൽ ഉപ്പച്ചായ എന്ന് പറഞ്ഞ് കയ്യിൽ തൂങ്ങും, കാലിൽ തൂങ്ങും, ചുമലിൽ തൂങ്ങും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തൂങ്ങിയതുപോലെ ഇങ്ങനെ തൂങ്ങും. അത് വല്ലാത്തൊരു ബന്ധമാണ് സഹോദരങ്ങളെ, വല്ലാത്തൊരു ബന്ധമാണ്. അത് നമ്മളുടെ മുഖങ്ങൾ എപ്പോഴും ഇങ്ങനെ ആരെ കണ്ടാലും ദേഷ്യപ്പെട്ടിരിക്കുക, സഹോദരങ്ങളെ കണ്ടാലും അങ്ങനെ തന്നെ. ഇതൊരിക്കലും ഉണ്ടാകരുത്.
നമ്മളെ ബന്ധം പവിത്രമാകാൻ, അയൽവക്ക ബന്ധം പവിത്രമാകാൻ, അയൽ സമൂഹവുമായിട്ടുള്ള ബന്ധം പവിത്രമാകാൻ ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ ഇമാമ കഴിഞ്ഞ ദിവസമുള്ളതായി ഈ സാഹചര്യത്തിൽ ഒരു പ്രഖ്യാപനമുണ്ടല്ലോ, അത് സഹോദര സമുദായങ്ങൾ വളരെ അനുഭാവവും സാഹോദര്യത്തിന്റെ അടയാളവുമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് വേറൊന്നുകൊണ്ടല്ല, എല്ലാവർക്കും അറിയാം, എല്ലാവരും സൗകര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല, ഇന്ന് വെറുപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ സൗഹാർദ്ദത്തിന്റെ ഒരു പ്രഖ്യാപനം ജനങ്ങൾ കാത്തിരിക്കുകയാണ് സഹോദരങ്ങളെ. പടച്ചോൻ നമുക്ക് മനസ്സിലായി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബന്ധങ്ങളെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ബഹുമാനികളെ, ഞാൻ നിർത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു വേണ്ടി ഒരു വഴി പറഞ്ഞു തന്നു. അത് പറയാതെ പോകൽ ശരിയല്ലല്ലോ. എന്താണ്? നമ്മൾ മക്കൾക്ക് വേണ്ടി, ഭാര്യ കുടുംബാദികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യും. മഹാനായ നബിമാരൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. മഹാന്മാർ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. മാത്രമല്ല വജഅൽനി ഖുർറത അയ്യുനിൻ, പടച്ചവനെ നമ്മളെ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. ഇത് നമ്മൾ കാര്യമായി ഈ പരിശുദ്ധമായ റമദാൻ നമ്മൾ ദുആ ചെയ്ത്, ബഹുമാനികളെ, ഈ റമദാൻ കഴിയുമ്പോൾ നമ്മളുടെ ജീവിതവും നമ്മളുടെ കുടുംബ ജീവിതവും ഒക്കെ സന്തോഷത്തിലാകണം. അങ്ങനെ മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ സുദൃഢമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ കൂട്ടുക മക്കളെ.